ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മാമലക്കണ്ടം വഴി പോയ ട്രിപ്പിൻ്റെ വലിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു ഹോം സ്റ്റേ നിന്നാണ് ഫുഡ് കഴിച്ചത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അവിടെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് റേറ്റൊക്കെ ചോദിച്ചു. പക്ഷേ നമുക്ക് അവിടെ പോകാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ പോയതായിട്ട് ഈ എറണാകുളം ജില്ലയിലുള്ളത് തന്നെ മാമലക്കണ്ട സ്കൂൾ. പക്ഷേ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ ടൈമിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമ്മളവിടെ ഇറങ്ങിയില്ല കേട്ടോ. കാരണം ഭക്ഷണം കഴിച്ചിറങ്ങിയതിൻ്റെ ഒരു ക്ഷീണത്തിൽ ഞങ്ങളവിടെ ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലത്ത് അതായത് നമ്മുടെ ഇരവികുളം കഴിഞ്ഞിട്ട് നിർത്തിയ സ്ഥലത്ത് നമ്മൾ തേയിലയൊക്കെ നുള്ളിയിട്ടാണ് 2 പറിച്ച് കഴിഞ്ഞ് പോക്കറ്റിലിട്ടു. അപ്പോൾ ആരാൻ്റെ പ്ലാന്റേഷനിൽ കയറിയ കാരണം ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും ചീത്ത പറയുമോ, പൊട്ടിച്ചത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഓട്ടക്കണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേനെ ഇവിടെ എത്തി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ നമുക്ക് മലനാടിനേക്കാളും ജീവിക്കാൻ സൗകര്യം ഇടനാട് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഓരോന്ന് ഞാൻ വോയിസ് കൊടുത്തെടുത്തു. പക്ഷെ നമ്മൾ പിന്നെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് കറക്റ്റ് അറിയുന്നതില്ല. പിന്നെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ശരിക്കും നമുക്ക് പുറകിലായിട്ടാണ് കുത്തിൽ വരുന്നത്. ഇതിൻ്റെ നല്ല വലിയ മരമാവുന്ന ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ തേയില. അതിങ്ങനെ വെട്ടി നിർത്തുന്ന കാരണമാണ് ഇങ്ങനെ കുറ്റിച്ചെടി പോലെ നിൽക്കുന്നത്. പിന്നെ പ്രകൃതി രമണീയമായ കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കാണാം. ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ല ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ ചൂടുണ്ട്. ചൂട് നമുക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് മുഖമൊക്കെ കരിഞ്ഞ് തറിഞ്ഞ്. സൺസ്ക്രീമൊന്നും ഒരു ഇതില്ലാതായിട്ട് നമുക്ക് അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തപ്പോൾ അപ്പൂസ് അമ്പാടി ഇതിൻ്റെ ഉള്ളിൽ കയറി ഓടി കളിക്കുന്നുണ്ട്. എനിക്ക് പേടിയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഉണ്ണികൾ ഉരുണ്ട് വീഴുന്നത്. കാരണം തീരെ സ്ഥലം ഈ മലയായ കാരണം ഇങ്ങനെ ഒരു ഇറക്കിയ പോലെയായിരുന്നു. പിന്നെ ഈ കാണുന്നത് നമ്മൾ ശരിക്ക് പോകാൻ വിചാരിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. മറയൂർ ചന്ദനാണ് ഈ കാണുന്നതെല്ലാം. ഒരുപാടുണ്ട് കേട്ടോ. 2 സൈഡിലാണ് ചന്ദനത്തിൻ്റെ കാട്. ശരിക്കും പറഞ്ഞാൽ ചന്ദനക്കാട്ടിയെ കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഒരുപാട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഓപ്പയുടെ കൂട്ടുകാരൻ വണ്ടിയിൽ നിന്ന് മറന്നു പോകണം ഇടയ്ക്കിടയ്ക്ക്. കാരണം നമ്മുടെ ഒരു കുടുംബത്തോടെ ഇണങ്ങി നിൽക്കുന്നതാണ് മൂപ്പരാൾ ശരിക്കും. അപ്പം നമ്മുടെ ഫാമിലി ഒരു മെമ്പർ തന്നെയായി. പിന്നെ ഈ ശരിക്കും പറഞ്ഞാലേ ഇതുമ്മ കുഞ്ഞു വേലി നല്ല അത്യാവശ്യം വലിയൊരു വേലി തന്നെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചന്ദനത്തിൻ്റെ മരം നമ്മുടെ വീട്ടിൽ വളർത്താം കേട്ടോ. അതിനൊരു പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ മരം മുറിക്കണ നേരത്ത് നമ്മളത് ഫോറസ്റ്റിനോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിച്ചതിന് ശേഷം അത് മുറിക്കാൻ പറ്റില്ല. അങ്ങനെ മാത്രമല്ല കേട്ടോ അതിൻ്റെ പ്രശ്നം. അല്ലാണ്ട് വേറെ നമുക്ക് വീട്ടിൽ വളർത്തുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരുപാട് ചന്ദനമരം കണ്ട് പിന്നെ ബോറായി തുടങ്ങിയിട്ടത് കണ്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ വന്നത്. ചന്ദനക്കാടും ശർക്കരയും പിന്നെ വെറ്റിച്ചൻ സ്ട്രോബെറി ആപ്പിളൊക്കെ കാണിച്ചതാണ് നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുന്നത്. അപ്പം അങ്ങോട്ട് എത്തണം എന്നുള്ളൊരു ഡെസ്റ്റിനേഷൻ മാത്രം നമ്മുടെ മനസ്സിലാട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉച്ചയൊക്കെ ആയിട്ടാണ് നല്ല വിശപ്പ് തുടങ്ങിയിട്ട് മക്കൾക്കൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി വല്ല സ്ഥലം കണ്ടിഞ്ഞ് വണ്ടി നിർത്തണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മക്കൾ ഭക്ഷണം കഴിക്കണം ഒരിക്കലും കരയാറില്ല. പക്ഷേ തളർന്നു പോകും. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഒരു എന്താ പറയുക, കാന്തല്ലൂർ എത്തുന്നതിൻ്റെ മറയൂർ തന്നെയാണ് ഭക്ഷണം കഴിച്ചത്. ഒരു ടൗണിലെത്തിയ പക്ഷേ നമുക്കറിയുന്നില്ല ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഒട്ടും സുഖം ഉണ്ടാകുന്നില്ല കേട്ടോ. ഭക്ഷണം എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി ഞങ്ങൾ. മാക്സിമം പോകുന്നതിന് മുന്നേ നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. എന്നാലും അവിടെ പോയി നമുക്ക് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരെ അവിടെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പല സ്ഥലങ്ങളിലും നിർത്തി നല്ലതാണോ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. പോയി ഭക്ഷണം കഴിക്കാതെ ഒരു രക്ഷയില്ലാത്ത കാരണം മക്കൾക്ക് എന്തൊക്കെയോ അരി കൊടുത്തു. മക്കൾ കഴിച്ചൊന്നുമില്ല അങ്ങനെ. എന്നാലും വിശപ്പൊതുക്കി. പിന്നെ നമ്മൾ പോയതാണ്ട് ഈ വെള്ളം നമ്മൾ പോകുന്ന വഴിയിൽ പാലത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷെ വളരെ ഡേഞ്ചറായ ഒരു ഏരിയ ആണ് കേട്ടോ. ചില പാറയാണ് ഇത് മൊത്തം. ഇതുമ്മ വലിയ വലിയ ഗർത്തങ്ങൾ കാണാം. ചില വെള്ളം വന്ന് ഒഴുകിയിട്ടുള്ള ഗർത്തങ്ങളാണ്. പിന്നെ തമ്മിലൊക്കെ കമ്പി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ സൈഡിൽ ഓരോ കമ്പിയൊക്കെ വെച്ചാൽ എന്താ സംബന്ധം ചിലപ്പോൾ പൈപ്പ് കെട്ടാൻ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയിരിക്കും. ഓരോ ഹോളാണ് കേട്ടോ. ശരിക്കും ഞാൻ വെള്ളമൊക്കെ ഹോളിലോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇതിൻ്റെ എൻ്റെ ഭാഗം എന്താണെന്ന് പോലും നമ്മൾ നോക്കാൻ പോയില്ല. അത്രയും ഡേഞ്ചറായ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മളങ്ങോട്ട് ഇറങ്ങുന്നത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ നോക്കിയപ്പോൾ അവിടെ എല്ലാവരും വാഷ് ചെയ്തിട്ട് ഇട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്ന ഏരിയ എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇത് വളരെ ഡേഞ്ചറായ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. കാരണം ഈ വെള്ളമൊക്കെ ഒരു കുഴിയിലേക്കാണ് പോയി വീഴുന്നത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണം. മക്കളേനൊക്കെ ഞാൻ ആ നേരത്ത് സേഫായിട്ട്, ജഗനാണ് ശരിക്കും സേഫായി പിടിച്ചേക്കുന്നത്. ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചങ്ങോട്ട് പോകണോണ്ട് അപ്പോൾ ആരൊക്കെ ഓളിട്ടിട്ട് പറയുന്നത് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഇത് അപകട മേഖല ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളതൊന്നും കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ചില പുല്ലിൻ്റെ ഇടയിൽ പോയ കാരണം നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ നമ്മൾ 2-3 വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വേഗം കയറി കേട്ടോ. അതിന് മുന്നേ നമ്മളെടുത്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ വെല്ലിച്ചന് അതിൻ്റെ ഇടയിൽ വെല്ലിച്ചന് ഓഫീസിൽ നിന്നുള്ള കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന്. വെല്ലിച്ചൻ ഓഫീസ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ജോലി മുഖ്യമുണ്ടോ വെല്ലിച്ചന് എപ്പോഴും. എപ്പോൾ പോയാലും വെല്ലിച്ചൻ എപ്പോഴും ഞങ്ങളുടെ അവിടെ എന്തെങ്കിലും പരിപാടി വരുന്നുണ്ടെങ്കിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും വെല്ലിച്ചൻ. ഡ്യൂട്ടി അതിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ കയറി. പിന്നെ പോയത് ഡെസ്റ്റിനേഷൻ നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയപ്പോൾ കവർ ചെയ്ത് പോയ കുറേ വണ്ടികളൊക്കെ അവിടെ കണ്ടു കിട്ടാം. അപ്പം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ ഓരോ ഉത്സവത്തിനൊക്കെ മുമ്പ് പിടിക്കുന്ന പോലത്തെ കരിമ്പൊന്നല്ല കേട്ടോ. ഇത് ശോഷിച്ച കരിമ്പാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ശർക്കര പാനി. അതായത് അത് പിഴിഞ്ഞ് കിട്ടുന്ന ജ്യൂസ് ഇങ്ങനെ ഇട്ടിട്ട് ഉരുക്കി ആണ് അവർ ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു ശർക്കര ഉണ്ടാക്കി കഴിഞ്ഞ് അവരവിടെ ഒഴിച്ച് വെച്ച് അത് ഉണ്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ ചോദിക്കേണ്ടത് ഏതമ്മ ശർക്കര എന്ന്. അവർ കണ്ടിട്ടുള്ള ശർക്കര ഇങ്ങനെ അച്ചിലിട്ട ശർക്കര മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്.
അപ്പോൾ അവർ കണ്ടപ്പോൾ ഇതാണ് മക്കളെ ഉണ്ട ശർക്കര, അതായത് കൈ കൊണ്ട് പിടിച്ച ശർക്കര എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഡെമോ തന്നു കേട്ടോ. അതിൻ്റെ ചുക്ക് ശർക്കര അതുപോലെ സാധാരണ ശർക്കരയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ വരുന്ന ശർക്കര നല്ല ഹാർഡല്ല, നല്ല സോഫ്റ്റ്, എന്നാൽ വായിലിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് അവരോട് ചോദിച്ചു വീഡിയോ ഒക്കെ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോ കുഴപ്പമില്ല, പക്ഷേ അവിടെ കയറരുത്, ചെരുപ്പിട്ടിട്ട് ഇങ്ങോട്ട് കയറിയിരുന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ മേടിച്ച ശർക്കരയാണ് ഈ കയ്യിലുണ്ട്. അത് 2 പാക്കറ്റ്, അത് 2 പൊതി ഇങ്ങനെ ശർക്കര മേടിച്ചു നമ്മൾ. വളരെ ലാഭം തന്നെയാണ് കേട്ടോ, നിസ്സാര പൈസയ്ക്ക് നമുക്ക് കിട്ടി. ചില അവർ അവിടെ നിന്ന് വിൽക്കുമ്പോൾ അധികം പൈസയും കാണുന്നില്ല. പിന്നെ ഇവർ ഇതിൻ്റെ റോ മെറ്റീരിയൽസ്, അത് ജ്യൂസ് പിഴിഞ്ഞിട്ട് അവിടെ ജ്യൂസാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജ്യൂസ് പിഴിഞ്ഞിട്ട് ചണ്ടി ഉണ്ടല്ലോ, അതായത് ഈ സാധനം ഉണക്കിയിട്ടാണ് ഇത് കത്തിക്കുന്നത്. അത് കാരണം വളരെ എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാം. അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവരെ ഒരു എന്താ പറയുക, അസംസ്കൃത വസ്തുക്കൾ തന്നെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇത് തന്നെയാണ് പ്രോസസ്സ് ചെയ്തിട്ട് അവർ ജ്യൂസ് എടുത്ത് വിൽക്കണം. അതുപോലെ ഇതിൻ്റെ ചാറെടുത്ത് ശർക്കര ഉണ്ടാക്കുന്ന ഈ ഇതിൻ്റെ പിണ്ടി, അതായത് ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് ഇവർ തീ കത്തിക്കണു. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇവർ കുടിൽ വ്യവസായം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശർക്കരയുടെ മെയിൻ കേന്ദ്രമാണല്ലോ. അപ്പോൾ ഇവർ ഈ വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ആശ്രയിച്ച് തന്നെ ആയിരിക്കും ഇവരുടെ ജീവിതം നമുക്കറിയാമല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അധികം കാര്യങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ. പിന്നെ അവിടെ വേഗം തന്നെ ഇറങ്ങിയിട്ടോ, ജ്യൂസൊന്നും നമ്മൾ കുടിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഇറങ്ങണ വഴിക്ക് നമുക്ക് വഴി തെറ്റിയോ എന്ന് ഡൗട്ട് വന്നപ്പോൾ ഇവരോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തൊഴിലുറപ്പ് ചേച്ചികളാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ എന്തെങ്കിലും കാണാണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വഴി ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് എത്തി. പക്ഷേ ഇവിടെ എത്തും തോറും തണുപ്പ് കൂടി തുടങ്ങി. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 16, 17 ആ റേഞ്ചിലേക്ക് എത്തി തുടങ്ങിയിട്ടാണ്. അപ്പോൾ തന്നെ ഇച്ചിരി ഇങ്ങനെ ഷിവറിങ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ ജാക്കറ്റൊക്കെ എടുത്ത് സേഫ് ആയിട്ടാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് വലിയ കുഴപ്പമില്ല പറഞ്ഞു. മക്കളെ ഞാൻ സേഫാക്കി കൊടുത്തു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു. പക്ഷേ വലിയച്ഛൻ കയറുമ്പോഴേക്കും സെക്ടറൊക്കെ എടുത്ത് പോത്തിഞ്ഞു കേട്ടോ വലിയച്ഛനെ. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, വളരെ നല്ലൊരു സൈഡ് സീനായിരുന്നു കേട്ടോ. നല്ലൊരു അഗാധമായി കൊക്കാന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്കിങ്ങനെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാം. അപ്പം സിറ്റി ഒന്നുമല്ല കേട്ടോ കാണും, കുഞ്ഞു കുഞ്ഞേ ഗ്രാമങ്ങളാണ് കേട്ടോ നമുക്ക് കാണാം. പിന്നെ നമ്മൾ ടൂറ് പോയപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ പോകണം വേസ്റ്റും കാര്യങ്ങളൊന്നും എവിടെയും ഇടരുത് കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഫോട്ടോസിൽ കാണാം ഒരുപാട് വേസ്റ്റും അവിടെ ഇവിടെയും കിടക്കുന്നത്. മാക്സിമം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രദ്ധ പുലർത്തണം കേട്ടോ. ഞാനൊരു വിധം ആകെ ക്ഷീണമായിട്ടാണ്. ഞാൻ അവിടെയൊക്കെ കുറച്ചേരം ഇരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ കുറച്ചേരം വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ വലിയച്ഛനും വലിയമ്മയും അതുപോലെ തന്നെ ഉണ്ണികളും കൊണ്ട് അവിടെ പോയി നിന്നു. അപ്പോഴേക്കും ഞാൻ ഇവിടെ അവർ എൻ്റെ അടുത്ത് തിരിച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ നല്ല നല്ല സൈഡ് സീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഉണ്ണികൾക്ക് യൂറിൻ പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ യൂറിനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് അധികം ഇറങ്ങി പോകേണ്ട, ആന വരുന്ന സ്ഥലമാണെന്ന് പ്രത്യേകം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ പിന്നെ വേഗം തന്നെ തിരിച്ച് കയറിയിട്ടാണ്. തണുപ്പ് നല്ലപോലെ ആയി തുടങ്ങി. പിന്നെ അപ്പോഴും നമുക്ക് ഇനി സ്ട്രോബെറി തോട്ടം കാണാൻ പറ്റുക വെച്ചാൽ ഒരുപാട് ലേറ്റ് ആയില്ലോ. പിന്നെ ഇങ്ങനെ നല്ല ക്ലൗഡി ആയി കിടക്കണതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞ് സൂര്യപ്രകാശം വരണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്നോട് ചേച്ചി പറഞ്ഞെത്തി അവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് തന്നെ ഒന്ന് പോയി നോക്കിയിട്ടാണ്. പിള്ളേരോട് കിടന്ന് ഓടിക്കളിക്കാൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അപകട മേഖല തന്നെയാണ്, എന്നാലും ഇത്തിരി പുൽത്തട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉരുണ്ട് വീഴില്ല എന്ന് തോന്നി. അതന്നെ ഫ്രീ ആയി വിട്ടു കൊടുത്തല്ലേ. ഞാൻ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടാവുക. ആരെങ്കിലും ഒരാളെ എപ്പോഴും അവരെ സേഫാക്കി പിടിച്ചിട്ടുണ്ടായിരിക്കും. എപ്പോഴും കൂട്ടിപ്പിടിച്ച് നടക്കണ കാരണം അവർ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കട്ടെ എപ്പോഴും. ചില നേരത്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുക. അപ്പോൾ വലിച്ച അവരെന്നാണ്ട് കുറച്ച് നീക്കി നിർത്തിയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തുവിട്ടാം. അപ്പോൾ വ്യൂ പോയിൻറ്റുള്ളവർക്ക് ഇങ്ങനെ അവരിങ്ങനെ ബാരിക്കേഡ് വെച്ച പോലെ തന്നെ ഇങ്ങനെ നമ്മളങ്ങോട്ട് സേഫായി ഇരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വേഗം തിരിച്ച് കയറിയിട്ടാണ്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ചെടിയൊക്കെ ചോദിച്ചപ്പോൾ അവർ നല്ല മാന്യമായ രീതിയിൽ അവർ നമ്മോട് പറഞ്ഞ് തരില്ല എന്നിട്ടാണ്. വണ്ടിയിൽ തിരിച്ച് കയറിയപ്പോൾ ചേച്ചി ജാക്കറ്റ് എടുത്തിട്ട് ചേച്ചിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടായി. ചേച്ചി ജഗനൊക്കെ സേഫാക്കി, എല്ലാവരും സേഫായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ളത് നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാൻ പോവുകയാണ്. സ്ട്രോബെറി തോട്ടം കഴിഞ്ഞ് പിന്നെ നമ്മൾ കാപ്പിത്തോട്ടം കണ്ട് ഓറഞ്ച് തോട്ടം കഴിഞ്ഞു. ബാക്കിയുള്ള വീഡിയോകളൊക്കെ പിന്നീട് കൊണ്ടുവരാം കേട്ടോ. ഇതിൽ വലിയ വീഡിയോ ഒക്കെ തരുന്നില്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഞാൻ 2 ദിവസം പോയ ട്രിപ്പിനേക്കാളും എനിക്ക് 1 ഡേ പോയ ട്രിപ്പാണ് വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ താങ്ക് യു.